ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കോണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അനൂപിൻ്റെയും എൻ്റെയും ടെക്കോണറിൻ്റെയും ഭാഗം എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഫുൾ ഹാപ്പിനെസ് ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസ് ആണെന്നും പറഞ്ഞുകൊണ്ട് നമുക്കറിയാം പണ്ട് തൊട്ടേ ക്രിസ്മസ് എന്ന് എല്ലാവരും പുറത്തിറങ്ങി എന്ന് വെച്ചാൽ എല്ലാ ജാതി മതത്തിലുള്ള എല്ലാവരും ക്രിസ്മസ് എന്നുള്ള എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. സോ എല്ലാവരും പുറത്തിറങ്ങി കഴിയും. പക്ഷേ ഇപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി ആഘോഷിക്കാതിരിക്കുക, ഇറങ്ങാൻ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയിട്ട് മാക്സിമം സൂക്ഷിക്കുക, മാസ്ക് ധരിക്കുക, എവിടെ പോയിട്ടൊന്നാലും ഹാൻഡ്സ് സാനിറ്റൈസ് ചെയ്യുക, അതെല്ലാം ശ്രദ്ധിക്കുക. കൂടിയൊന്നും നിൽക്കരുത് ഒരിക്കലും. കോവിഡൊന്നും വരുത്താണ്ടിരിക്കുക. അറിയാലോ, കോവിഡ് ഇപ്പോൾ രൂപമാറ്റമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യരുത് ഒരിക്കലും. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കണം എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിന്ന് വന്നേക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ DIY വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു LED ബൾബ്. ഒരു LED ബൾബ് എങ്ങനെ ഉണ്ടാക്കുക എന്നല്ല ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ഒരു കേടായ LED ബൾബ് എങ്ങനെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ അതിന് ജീവൻ വെപ്പിച്ചെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഐഡിയ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കേടായ LED ബൾബ് വേണം. LED ബൾബ് വേണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതല്ല ഞങ്ങൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും LED ബൾബുകളിലേക്ക് വന്നു. അതായത് നമ്മുടെ സാധാ പണ്ടത്തെ ഇൻകാൻഡസൻ ബൾബുകളിൽ നിന്ന് നമ്മൾ CFL ബൾബുകളിലേക്ക് വന്നു. CFL ബൾബ് പിന്നെയും മാറി LED ബൾബായി. സോ LED ബൾബുകളുടെ സൈസ് കുറഞ്ഞ് ഭയങ്കര സിമ്പിളായി. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കണം, നമുക്ക് നല്ല വില കൊടുത്താണ് നമ്മൾ ഓരോ LED ബൾബ് വാങ്ങുന്നത്. പൊതുവെ എല്ലാവരും എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിട്ടാണ് ഒരു LED ബൾബ് ചീത്തയായി പോയിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അപ്പം തന്നെ നമ്മൾ റിപ്പയർ ചെയ്യാനല്ല നോക്കണം, നേരെ അത് മാറ്റിയിട്ട് വേറെ വാങ്ങും. ഒരു 10, 60, 70 രൂപയൊക്കെ കൊടുത്ത് നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങും. അല്ലെങ്കിൽ അതിലും കുറച്ച് പൈസ കൊടുത്ത് നമ്മുടെ ലോക്കൽ സാധനങ്ങൾ വാങ്ങും. ചാത്തെന്ന് ഞങ്ങൾ പറയുന്നത് ലോക്കൽ സാധനങ്ങൾ നമ്മൾ വാങ്ങും, ബ്രാൻഡഡ് അല്ലാത്തത്. അപ്പോൾ വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ പേരൊന്നും എടുത്ത് പറയാനുള്ള ആരുടെ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ട് നമുക്കൊരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ചെയ്യാതെ മാറ്റി വാങ്ങും. നമ്മളിപ്പോൾ അങ്ങനെയാണ്, എന്ത് സാധനങ്ങളായാലും ചീത്തയായി നമ്മൾ മാറ്റി വാങ്ങാനാണ് പരിപാടി. പക്ഷേ എന്തുകൊണ്ട് റിപ്പയർ ചെയ്ത് ഉപയോഗിച്ചുകൂടാന്ന് നമുക്ക് ചിന്തിക്കണം നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു LED ബൾബ് സാധാരണ പോയാൽ നമ്മൾ മാറ്റി വാങ്ങും. പക്ഷേ ഈ ഒരു LED ബൾബിന് ഇപ്പോൾ ഒരു 60-70 രൂപയുള്ള ഈ LED ബൾബാണ്. ഇതിന് എത്രയും വിലയുണ്ട്. ആ ഒരു LED ബൾബ് വെറും 12 രൂപ ചിലവിൽ, ഒരു 13 രൂപയുടെ ചിലവിൽ പുതിയ LED ബൾബാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഞങ്ങൾ എന്ത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം കയറി കാണാം, കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, നിങ്ങൾ ഷെയർ ചെയ്യാം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനപ്പോൾ പറഞ്ഞു നമുക്ക് 12 രൂപയ്ക്കാണ് നമ്മുടെ ഒരു കേടായ LED നമ്മൾ കൺവേർട്ട് ചെയ്ത് പുതിയൊരു LED ആക്കി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെങ്ങനെ ചെയ്യണമെന്ന് നോക്കണ്ടേ. 12 രൂപയുടെ സാധനം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഞങ്ങൾ ഇതൊരു സെറ്റാണ്, നമുക്ക് 20 എണ്ണത്തിൻ്റെ സെറ്റാണ്. 20 എണ്ണത്തിന് 12 രൂപയല്ല, ഒരെണ്ണത്തിനാണ് 12 രൂപ. അപ്പോൾ 200 സംതിങ് അത്ര രൂപയ്ക്ക് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇത്രയും വാങ്ങിയ സെറ്റിൽ ഒരു പീസാണിത്. ഈ ഒരു പീസാണ് 12 രൂപ എന്ന് പറയുന്നത്, ഏകദേശം 12-13 രൂപ എന്ന് പറയുന്നത്. സോ ഇതൊരു 9 വാട്ടിൻ്റെ ഡയറക്റ്റ് ഓൺ ബോർഡ് LED ബോർഡാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു 9 വാട്ടിൻ്റെ LED ബൾബ് നമ്മൾ തുറന്നു നോക്കിയാൽ അതിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വോൾട്ടേജും പവറും ഉള്ള LEDകൾ, SMD LEDകളാണ് ഇതുള്ളത്. ഇതിൻ്റെ ചെറിയൊരു സർക്യൂട്ട് ഉണ്ട്. പിന്നെ L-ഉം N-ഉം നമുക്കറിയാം. L എന്ന് പറയുന്നത് ഫേസും ന്യൂട്രലും ആണ്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതിന് വേറെ ഒരു ഡ്രൈവർ ബോർഡിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മുടെ 230 വോൾട്ട് ഡയറക്റ്റ് ഈ ബോർഡിലേക്ക് കയറിച്ചിരുന്നു. ഒരു പ്രശ്നം പറ്റില്ല. ഇത്രയും ഒരു ചെറിയൊരു സർക്യൂട്ട് ബോർഡിന് ഒരു പ്രശ്നം പറ്റില്ല, കത്തി പോകത്തൊന്നുമില്ല, ഡയറക്റ്റ് വർക്ക് ചെയ്യും. സോ അതൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ ബോർഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചില LEDകളൊക്കെ ഈ ബ്രാൻഡഡ് LEDകളൊക്കെ ആണ്, സോ നല്ല വലിയ കമ്പനികളുടെ LEDകൾ, അതിൻ്റെ പുറകിലൊരു ഡ്രൈവർ ബോർഡ് ഉണ്ടാവും, ചെറിയൊരു സർക്യൂട്ട് ഉണ്ടാവും, ഒരു ചെറിയൊരു ട്രാൻസ്ഫോമർ, ചെറിയൊരു കപ്പാസിറ്ററൊക്കെ വെച്ചൊരു സർക്യൂട്ട് ഉണ്ടാവും. മോസ്റ്റ്ലി ആ കപ്പാസിറ്റർ അല്ലെങ്കിൽ ആ സർക്യൂട്ട് ആയിരിക്കും അടിച്ചു പോകുന്നത്, അതല്ലെങ്കിൽ മെയിൻലി ആ ബോർഡായിരിക്കും കത്തിപ്പോകുന്നത്. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കത്തിപ്പോയ LEDകൾക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുതിയതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ബോർഡ് മാത്രം നമ്മൾ വാങ്ങിയാൽ മതി. അതിൽ കണക്ട് ഒരു 2 വയർ മാത്രം വാങ്ങിയാൽ ഡയറക്റ്റ് 230 വോൾട്ടിൽ ഈ ബോർഡ് സുഖമായിട്ട് വർക്ക് ചെയ്തോളൂ. 9 വാട്ട് നല്ല കണ്ണഞ്ചിപ്പിക്കുന്നതൊക്കെ പറയില്ലേ, അതുപോലത്തെ അത്ര ലൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇതാണ് നമുക്ക് മെയിൻ വേണ്ട സാധനം, ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്, ബിൽഡിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഈ ബോർഡ് ഇപ്പോൾ നമ്മുടെ കേടായ LED, നേരത്തെ കാണിച്ച കേടായ LED നമുക്ക് തുറന്നിട്ട് അതിലുള്ള ബോർഡും കാര്യങ്ങളും കാണിച്ചു തരാം. അത് എടുത്ത് നമ്മൾ മാറ്റിയിട്ട് നേരെ സോൾട്ട് ചെയ്ത് വെച്ച് വർക്ക് ചെയ്ത് നോക്കാം, കത്തി പോകാണ്ട് വർക്ക് ചെയ്യുമോ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ LED. ഇതൊരു ബ്രാൻഡഡ് LED ആണ്. ബ്രാൻഡ് പുറകിലുണ്ട്, ഞങ്ങൾ കാണിക്കുന്നില്ല ഏത് LED ആണ്, അവർക്ക് മോശമല്ലേ. അപ്പോൾ ഇതൊരു 9 വാട്ടിൻ്റെ LED ബൾബാണ്. 6500K ആണ് ഇതിൻ്റെ കളർ ടോൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ അത് കൂടുതൽ ഡീറ്റെയിൽസും പറയുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് ബൾബ്. അപ്പോൾ നമ്മൾ തുറക്കാൻ കുറച്ച് പാടാണ്. ശരിക്കും ഞങ്ങളിപ്പോൾ കുറേ പണി പെട്ടിട്ടാണ് ഇതൊന്ന് ഊരിയെടുത്തത്. ശരിക്കും ഇതിൻ്റെ അകത്തൊരു പശ വെച്ച് പ്രത്യേക ഒരു മിക്സർ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കായിരിക്കും. നമ്മൾ കുറച്ചവണ തിരിച്ചൊന്ന് കൊട്ടിയെ കൊടുത്ത് കഴിയുമ്പോൾ ഊരിയെടുക്കണം. ഊരിയെടുത്ത് ഞങ്ങൾ ഫുൾ ഊരിയെടുത്തു ഏകദേശം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബോർഡിൽ ഈ മെറ്റലിൻ്റെ ഒരു പീസ് ഉണ്ട്. ആ പീസൊക്കെ ഭയങ്കര പാടാണ്, കട്ട് ചെയ്യേണ്ടി വന്ന അവസാനം. എങ്ങനെ ഇതിൽ വേറെ ഇതിൽ ഊരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യണോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടി വന്നു. കട്ട് ചെയ്തൊന്ന് ഇടിച്ചപ്പോൾ ഇത് വിട്ടു പോകുന്നു. സോ
അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തിരുന്ന LED ബോർഡ്. ഇതിലേക്ക് ജസ്റ്റ് കണ്ട കുറച്ച് LED-കളുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അതായത് നമ്മൾ പുതിയതായിട്ട് വെക്കാൻ പോകുന്ന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് LED-കളുടെ എണ്ണം കുറവാണ്, 9 വാട്ട് ഉണ്ടെങ്കിലും. പക്ഷേ ഇതിൽ കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ലൈറ്റും സ്വാഭാവികമായിട്ടും തരേണ്ടതാണ്. പിന്നെ മാത്രമല്ല ഇതിലേക്ക് ഇതാണ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് പക്ഷേ അപ്പോൾ ഇതിൽ പറയണ പക്ഷേ ഡയറക്റ്റ് നമ്മുടെ 230 എന്നല്ല ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിലൊരു എന്താ പറയുക ഡ്രൈവർ ബോർഡ് ഉണ്ടാവും. ഈ 2 വയറുകളാണ് നമ്മുടെ LED ഇൻ്റകത്ത് ഉണ്ടായിരുന്ന LED സ്ട്രിപ്പുമേക്ക് LED ബോർഡുമേക്ക് പോണത്. ചെറിയ ഡ്രൈവർ ബോർഡാണ്, ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഒക്കെ ഒരു സർക്യൂട്ടാണ്. അത് നമ്മൾ ഡയറക്റ്റ് 230 കൊടുക്കുകയാണ്. ഇപ്പുറത്തെ സൈഡ് കൺവേർട്ട് ചെയ്ത് ഇതിന് വർക്ക് ചെയ്യാനുള്ള ചെറിയ വോൾട്ടേജ് ആയിട്ടാണ് വന്നത്. സോ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബ്രാൻഡഡ് വാങ്ങണം. ഇപ്പോൾ LED ബൾബ് വാങ്ങുമ്പോൾ ബ്രാൻഡഡ് തന്നെ നോക്കി വാങ്ങാം. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് നാൾ നിൽക്കും, സ്വാഭാവികമായിട്ടും കുറച്ച് ആളെയും ഇത് പോകും എങ്ങനെ വന്നാലും. പക്ഷേ എന്നാലും ഒരു ലോക്കൽ ഇത് വാങ്ങുന്നതിനേക്കാളും വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ കുറേ കാലം നിൽക്കണം സാധനം അല്ലെങ്കിൽ ഇപ്പോഴും മാറ്റി ഇടേണ്ടി വരും. സോ പിന്നെ ഒരു കാര്യം പറയാനുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു നല്ലൊരു ബോർഡ് ഉണ്ടാവും, അത്യാവശ്യം നല്ലൊരു ബോർഡ് ഉണ്ടാവും. പക്ഷേ ലോക്കലൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ വെച്ചുള്ള ഒറ്റ ബോർഡ് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഒരു ഒറ്റയടിക്ക് അടിച്ച് പോകുന്ന ടൈപ്പ് ബോർഡുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ അത്യാവശ്യം നല്ലൊരു ബോർഡ് കാണും. അപ്പോൾ നമ്മൾ ലോക്കൽ സാധനങ്ങൾ വാങ്ങുന്നത് ഈ ടൈപ്പ് ഒരു ലോക്കൽ LED ബൾബാണ്. കണ്ടോ ഇതിൻ്റെ പുറകിൽ കണ്ടോ ഈ ഒരു ചെറിയൊരു കപ്പാസിറ്റർ, റെസിസ്റ്റർ ആ ഒരു വെച്ചിട്ടുള്ള കോമ്പിനേഷൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പെട്ടെന്ന് അടിച്ചു പോയി കപ്പാസിറ്റർ അടിച്ചു പോയത്, അതിൻ്റെ അകത്തുള്ള പേപ്പർ വരെ പുറത്തു പോകും, ഒറ്റയടിച്ച് അടിച്ചു പോയതാണ്. അപ്പോൾ ഇതാണ് ആ ടൈപ്പ്. സോ നമ്മൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എപ്പോഴും ബ്രാൻഡഡ് വാങ്ങാം. സോ എന്നാലും സ്റ്റിൽ ചീത്തയായി പോയാലും ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് അത് ചീത്തയായി പോയാലും എന്താ പറയുക ഈ 12 രൂപയുടെ ചെറിയൊരു ബോർഡ് വെച്ച് നിങ്ങൾക്കത് പുതിയതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല നമുക്ക്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ LED സ്ട്രിപ്പും അല്ല ഈ LED ബോർഡും നമ്മളിതൊക്കെ ഇതിന്മേൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറകിൽ നമുക്ക് റീസോൾഡർ ചെയ്ത് നമുക്ക് എടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മളൊരു വയർ വെച്ച് പിടിപ്പിക്കാം. ആ ഫുൾ സെറ്റപ്പ് ഇനി കാണിച്ചു തരാം എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഡീസോൾഡർ ചെയ്തെടുക്കാം. അതായത് ഈ ബോർഡ് ഇതിൻ്റെ പുറകിലും ഡീസോൾഡർ ചെയ്തെടുക്കാം. ഈ 2 കോൺടാക്ട് ചെയ്യുന്ന ഇപ്പോൾ ചില LED ബൾബുകളിൽ ഇപ്പോൾ ഞങ്ങളുടെ LED എന്ന് പറയുന്നത് അതിൽ എന്താ പറയുക ഇൻപുട്ട് സൈഡിലൊരു റെസിസ്റ്ററും വയറും കൂടി വെച്ചിട്ട് ഡയറക്റ്റ് അത് ഇങ്ങോട്ട് കയറ്റി വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബോർഡ് പിടിച്ചെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ എന്താ പറയുക റെസിസ്റ്ററും വയറും കൂടി എടുക്കണം. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഡീസോൾഡർ ചെയ്തെടുക്കേണ്ടി വന്നു. ചിലതിൽ ഡയറക്റ്റ് ഒരു വയർ വന്നിട്ട് ബോർഡ് മേടിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, വയർ കൊണ്ട് കട്ട് ചെയ്ത് ബോർഡ് മാറ്റിയിട്ട് മറ്റേത് പുതിയ ബോർഡ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഈ വയർ കയറ്റി പിടിപ്പിച്ച് സോൾഡർ ചെയ്തിട്ട് ബാക്കി ഭാഗം കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബോർഡിലേക്ക് വേണ്ട വയർ ഡയറക്റ്റ് ഇപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒന്ന് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയർ എടുത്ത് നേരെ ബോർഡുമേയും കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഡ്രൈവർ ബോർഡ് ഒന്നും ആവശ്യമില്ല. കാരണം ഡയറക്റ്റ് ഓൺ ബോർഡാണ്, അതുമ്പോൾ തന്നെ ഉണ്ട് അത്യാവശ്യം വേണ്ട സർക്യൂട്ടും കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം വെച്ചാൽ വർക്ക് ചെയ്യണം. സോ ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ എന്താ പറയുക സോൾഡർ ചെയ്യാം. ഈ എൻഡ് ഒന്ന് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വയർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു അറ്റത്തേക്ക്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒന്ന് നിൽക്കണമെന്ന് കട്ട് ചെയ്ത് കളയാം. ആവശ്യമില്ലാത്ത കോൺടാക്റ്റുകളൊന്നും പുറത്തേക്ക് നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ അപ്പോൾ അതെ നമ്മൾ കോൺടാക്റ്റ് പിടിപ്പിച്ച് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, വയറുകൾ നേരെ എടുത്ത് നമ്മുടെ ഈ ബോർഡിലേക്ക് അങ്ങോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇത് നമ്മൾ നേരത്തെ വെച്ച് ഈ പ്ലേറ്റ് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ചെറിയ പശ എന്തെങ്കിലും ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് കുത്തി ഓൺ ചെയ്ത് നോക്കാം, വർക്ക് ചെയ്ത് നോക്കാൻ. എന്നിട്ട് അത് നമുക്കപ്പോൾ ബോർഡിലേക്ക് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വയർ രണ്ടും ഇതിലേക്ക് നമ്മുടെ ബോർഡിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് വെച്ചിട്ട് മൊത്തം ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് എന്താ പറയുക ഒരു ഹോൾഡറിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യേണ്ടോ. അപ്പോൾ ആദ്യം ഓക്കെ നമ്മൾ ഓൺ ചെയ്ത് നോക്കുകയാണ് എന്ത് സംഭവിക്കുക. ഫ്രണ്ട്സ് കണ്ടോ
ഒരു 9 വാട്ട് LED ബൾബ് നോർമൽ LED ബൾബ് തന്നെയൊക്കെ കൂടുതൽ ലൈറ്റ് ഉണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ DIY. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, എന്താ പറയുക, നമ്മൾ വേറൊരു കണക്ഷനും കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് കണ്ടോ, ഡയറക്റ്റ് 230 വോൾട്ടാണ് വന്നത് കണ്ടോ. ഡയറക്റ്റ് നമ്മൾ അകത്തുനിന്ന് ഇതിൽ നിന്ന് സപ്ലൈ എടുത്തതേ നമ്മൾ ബോർഡിലേക്കാണ് കണക്ട് ചെയ്തേക്കണത്. വേറെ ഒരു ഡ്രൈവർ ബോർഡുകളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചീത്ത ഒരു LED ബൾബ് ഉണ്ടെങ്കിൽ ചുമ്മാ എടുത്ത് കളയാണ്ട് ഈ ഒരു 12 രൂപയുടെ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. സംഭവം നമുക്ക് LED ബൾബായിട്ട് പിന്നെ ഉപയോഗിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ട് DIY ആണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി അങ്ങനെ പെർഫെക്റ്റ് പഴയ പോലെ സെറ്റാക്കി ഒരു ബൾബ് പോലെ ആക്കി എടുക്കണേ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കത്തിച്ച് കാണിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേറെ വഴികളൊന്നുമില്ല. നമ്മളിപ്പോൾ കുത്തി പൊളിച്ചെടുത്ത കാരണം നമുക്കിപ്പോൾ ഗ്ലൂ ഗണ്ണുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ അകത്തൊന്ന് ഇച്ചിരി ഗ്ലൂ ഗണ്ണ് ഒഴിച്ചു കൊടുക്കാം. അതായത് അവിടെ കോണ്ടാക്റ്റ് നല്ല സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് അഴിച്ചു കൊടുത്ത് ഫിക്സ് ചെയ്യാം. ഈ ഗ്ലൂ ഗണ്ണൊക്കെ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണവരായാലും DIY ചെയ്യണവരൊക്കെ ആയാലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഗ്ലൂ ഗൺ എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. ഭയങ്കര സ്ട്രോങ് ആണ് ഗ്ലൂ ഗണ്ണിൻ്റെ ബോണ്ട് എന്ന് പറയുന്നത്. കാരണം ചൂടായ സിലിക്കൺ മെറ്റീരിയൽ ഉരുകി വന്ന് അത് കട്ടിയാവുമ്പോൾ നല്ലൊരു ബോണ്ട് തരും. ഇപ്പോൾ നമുക്ക് അതവിടെ ഫിക്സ് ആയിക്കോളും. അതിനുശേഷം നമുക്കപ്പോഴേക്കും ഈ വയർ അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ വയ്ക്കാം. പെർഫെക്റ്റ് ഫിക്സ് ഒന്നുമില്ല, എന്നാലും ഓക്കെ, ഫിറ്റായി. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഓക്കെ, നമ്മൾ ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ നേരെ ഇതിൻ്റെ ഡിഫ്യൂസിങ് ആ ഒരു പ്ലേറ്റ് വെച്ച് നമ്മൾ അടയ്ക്കുകയാണ്. നമുക്ക് നല്ലോണം ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സ് ക്യൂക്കോ അങ്ങനത്തെ എന്തെങ്കിലും പശ വെച്ചോ, അതല്ലാന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെല്ലോ ടൈപ്പ് നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ DIY ബൾബ് ആയതുകൊണ്ട് നമുക്ക് DIY ലുക്കും കൂടി കൊടുക്കാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി വേണമെന്നില്ല, നിർബന്ധമില്ല. കാരണം ഇത് അങ്ങനെ ഊരിപ്പോരില്ല. നമുക്കിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഭാവിയിൽ ഇത് മാറ്റേണ്ടി വന്നാൽ കൂടി നമുക്ക് സിമ്പിളായിട്ട് ഊരി മാറ്റാം. ജസ്റ്റ് ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് കൊടുക്കുന്നു എന്നുള്ളൂ. മാക്സിമം ലൈറ്റ് വരുന്ന സൈഡൊന്നും കവറായി പോവാണ്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ DIY ബൾബ്, DIY LED ബൾബ്. അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയും ഒരു അടിച്ചു പോയ LED എന്താ പറയുക ബോർഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡ്രൈവർ ബോർഡോ ഉള്ള ഒരു LED ബൾബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 12 രൂപയുടെ ചിലവിൽ ഈ ഒരു ചെറിയൊരു DOB, അതായത് ഡയറക്റ്റ് ഓൺ ബോർഡ് സർക്യൂട്ടുള്ള LED ബൾബ് വെച്ച് നമുക്ക് LED ബോർഡ് വെച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തരും. നമ്മൾ ഈ ആവശ്യമായിട്ട് ചുമ്മാ ചീത്തയാകുമ്പോൾ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയണ എന്താ പറയുക LED ബൾബ്, അത് കുറേ വേസ്റ്റ് ആണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. അത് പിന്നെ എവിടെയും കൊണ്ടുപോയി നമ്മൾ ഡംപ് ചെയ്യും. അതിന് പകരമായിട്ട് അത് തന്നെ അതിൻ്റെ ബോർഡ് എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാം. നമുക്ക് എപ്പോഴും റീസൈക്കിൾ റീയൂസ് എന്നൊക്കെയാണല്ലോ എപ്പോഴും പറയുന്നത്. സോ ഇത് യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമുക്കൊരു വീൽ റൂമിൻ്റെ അകത്തിട്ട് നല്ല ലൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ കിട്ടിയിരുന്നതിനൊക്കെ കൂടുതൽ ലൈറ്റ് എത്തിയുന്നുണ്ട്. കാരണം അത്ര LED ബൾബ് SMD LEDകൾ ഇതിൻ്റെ പുറത്തുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ DIY LED ബൾബ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ കേടായ LED ബൾബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വലിച്ചെറിഞ്ഞ് കളഞ്ഞ് പുതിയ വില കൂടിയ ബൾബുകൾ വാങ്ങിയിടാതെ 12 രൂപ ജസ്റ്റ് മാത്രം മുതൽ മുടക്കിൽ നമുക്ക് ഒരു പുതിയ ബൾബ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല വോട്ടേജുള്ള 9 വാട്ട് എന്നൊക്കെ പറയുന്നത് 9 വാട്ടിൻ്റെ DOB ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക ഓൺലൈൻ സെർച്ച് ചെയ്താലും ഓഫ്ലൈനായാലും സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഇതുപോലത്തെ ഇപ്പോൾ 9 വാട്ടിൻ്റെ ബോർഡാണ് ഞങ്ങൾ ഇന്നത്തെ വെച്ചാൽ. ഇതിലും വോട്ടേജ് കൂടിയ ബോർഡുകൾ ഉണ്ടാവും. സോ ഇപ്പോൾ
706 റേഞ്ചിലൊരു 20 എണ്ണത്തിൻ്റെ സെറ്റ്, അതായത് ഓരോന്നിനും 12 രൂപ വെച്ചൊക്കെ സെറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 70-60 രൂപ മുടക്കണതിന് പകരം ഒരു LED ബൾബ് നമുക്ക് ചുമ്മാ ഉണ്ടാക്കിയെടുക്കാം. ഒരു കേടായ ഈ ബോഡി മാത്രം ഉണ്ടായാൽ മതി. ഡയറക്റ്റ് 230 കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഡ്രൈവർ പോകേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇനിയും ഇങ്ങനത്തെ കേടായ ബൾബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറിഞ്ഞ് കളയാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വരുന്നത് നിങ്ങൾക്കറിയാലോ എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് കയറി കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും അനൂപിൻ്റെയും ടെക് കോർണറിൻ്റെയും വക ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. താങ്ക് യു.